I mean, after 8 o'clock, you can't go back to your hostel. That's the rule. You can stay at my place if you want to have like a 3 BHK apartment. If you have friends, you can bring them along as well. I just want to meet some new company. If you're free to come after 8 also, it'll be fine. Like you can go in the morning. You can call your friends also. And എനിക്ക് കുഴപ്പമൊന്നുമില്ല. Like I'm okay with anything. ഈ ആര്യൻ്റെ വിഷയത്തിൽ ഒരുപാട് ചാറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നില്ല. ബിക്കോസ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. നമസ്കാരം. ആര്യന്റെ കമ്പി ചാറ്റുകൾ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, പല കാര്യങ്ങളും വരുന്നുണ്ട്. എന്നാൽ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തൊന്ന് ഡിസ്കസ് ചെയ്തങ്ങ് കാണിച്ചു തന്നാലോ? കാരണം അതും കൂടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഫ്ലേട്ടിങ്ങാ, പക്ക ഫ്ലേട്ടിങ്ങാ. പിന്നെ എങ്ങനെ നടത്താതിരിക്കും? ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇത് ചെയ്യാത്ത ആരുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കേ. ചക്കര പെണ്ണേ ആര് പറഞ്ഞതാ? രാഷ്ട്രീയ നേതാവായിട്ടുള്ള PC ജോർജ് സോളാർ സത്യതയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ്. ചക്കര പെണ്ണ എപ്പോൾ വരും? ചക്കര പെണ്ണ് വരില്ലേ? അവരിപ്പോഴും വെള്ളമുണ്ടും മറുമുറുക്കി കൊടുത്തോണ്ട് ഈ നാട്ടിൽ ഇറങ്ങി നടക്കുന്നില്ലേ? നടന്നു പോവും, നടക്കാനല്ലേ പറ്റൂ. നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചിൻ്റെ തന്ത ആരാധന ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതുകൊണ്ട് മറ്റേ ദിവാൻ പരിഷ്കാരിയാണെന്നോ അയലത്തെ വീട്ടിൽ അങ്ങേരാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് മുഖത്തിടി കൊണ്ടുള്ള ഫോട്ടോ ഇപ്പോഴും ഗൂഗിളിൽ കിടപ്പുണ്ട്. അവരിപ്പോഴും ഇറങ്ങി നടക്കുന്നില്ലേ? നല്ല അടിപൊളിയായിട്ട് നടക്കുന്നില്ലേ? ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ലീഗല്ല കേട്ടോ, ഗർഭം വരെ ഉണ്ടായിട്ട് അത് അലസിപ്പിച്ച് പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വെള്ളം കൊണ്ടെടുത്തിറങ്ങി നടക്കുന്നില്ലേ? പിന്നെ അനവധി നിരവധി പീഡന കേസുകൾ, പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്, മീറ്റു തുടങ്ങിയ ആരോപണങ്ങളെ കേട്ട് ഒരുപാട് പ്രമുഖന്മാരും പ്രമുഖികളും നമ്മുടെ ഈ നാട്ടിലുണ്ട്. അതിനിടയിൽ കൂടെ നമ്മുടെ ഈ ചെറുക്കൻ, അതായത് ബിഗ് ബോസിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള 23 വയസ്സുള്ള ഈ ചെറുക്കൻ ചെറിയൊരു ഫ്ലൈറ്റിങ് നടത്തിയത് വെറുതെ ഒന്നും അല്ല. ഞാൻ കോഴിക്കോട് വരുമ്പോഴത്തേക്കിന് എനിക്ക് അവിടെ ആരെയും പരിചയമില്ല. കോഴിക്കോട് ഇവന് ആരൊക്കെ കൂടി പരിചയം ഉണ്ടായിരുന്നു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മറ്റേ പോർച്ചുഗീസിലേക്ക് വീണ്ടും തിരിച്ച് കയറിപ്പോയത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെങ്കിലും പുള്ളിക്ക് അറിയായിരുന്നു. കോഴിക്കോട് വരുന്നുണ്ട്, സ്ഥലം അറിയത്തില്ല, ആരെയും അറിയത്തില്ല, ഷൂട്ടിങ്ങിന് വന്നതാണ്. കൂടെ ഷൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലും എനിക്ക് പരിചയമില്ല. അത് കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടി നീ ഒന്ന് വരുമോ, എനിക്കൊന്ന് കമ്പനി തരുമോ, ഈ സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുക്കൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഫ്ലർട്ടിംഗ് ആണ്. ഞാൻ ഒരിക്കലും ഇതിനെ കുറ്റം പറയത്തില്ല. നമ്മുടെ ആരുടെയൊക്കെ ചാറ്റ് എടുത്ത് നോക്കിയാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ഈ ഉള്ള പരിപാടികളൊക്കെ കാണുമെന്നേ. അവനാണെങ്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഐ ജസ്റ്റ് സീ യുവർ പ്രൊഫൈൽ ദാറ്റ് ഈസ് ലുക്കിംഗ് സോ ഗുഡ് എന്തോ ക്യാച്ചിങ് അങ്ങനെ എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ഇംഗ്ലീഷ് മറ്റേ മലയാളം കണക്കാണ് പോകുന്നത്, അല്ല മലയാളം അല്ല പച്ചവെള്ളം ഒഴുകി പോകുന്നതൊക്കെ പോകുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും മനസ്സിലായ കുറച്ച് ഭാഗങ്ങളും കാര്യങ്ങളും അതിനൊത്ത കുറച്ച് ആൻസറൊക്കെ ആയിട്ട് നമുക്ക് തെളിവ് സഹിതം ഈ വീഡിയോയ്ക്കകത്ത് സംസാരിച്ചേക്കാം. എന്തായാലും ഒരു പെൺകുട്ടിയല്ല, ഒന്നിൽ കൂടുതലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താവും. കേട്ടല്ലോ? ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. ആദ്യമേ നമ്മുടെ ഇവൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റിലേക്കൊക്കെ പ്രവേശിക്കാം. ഹേയ് ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണണം. ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നിരത്തി വെക്കാം. അത്യാവശ്യം കുറച്ച് ചാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടലിൽ വരുന്നുണ്ട്, ഞാൻ കോഴിക്കോടാണ് തുടങ്ങി എന്തായാലും വായിച്ച് കേൾപ്പിക്കുന്ന എല്ലാം സൈഡിൽ വെച്ചോളാം. ഇതിങ്ങനെ കണ്ട് നമ്മുടെ താഴേക്ക് വരുമ്പോഴായിരിക്കും വ്യക്തമായിട്ടുള്ള ഇതിൻ്റെ ഒരു വോയിസ് വരുന്നത്. കാരണം ഇത് ഇവനാണോ എന്ന് കാണുന്നത് നിങ്ങൾക്കൊരു ഡൗട്ട് വരുമല്ലോ. മേളിൽ ആര്യൻ എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്, വെരിഫൈഡ് അക്കൗണ്ടാണ്, എല്ലാം ഉണ്ട്. ആർക്ക് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാലോ. അപ്പോൾ രണ്ട് ഓടി. ആക്ച്വലി എനിക്ക് കാലിക്കറ്റിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. സോ ഐ തോട്ട് ഐ ജസ്റ്റ് മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുകൊണ്ട് ഐ ജസ്റ്റ് സെൻഡ് ടെക്സ്റ്റ്. ഓക്കെ, നോട്ട് ലൈക്ക് നത്തിങ് എൽസ്. ഓക്കെ, ലൈക്ക് ഡോണ്ട് വേറെ ഒന്നും ചിന്തിക്കരുത്. ഐ ജസ്റ്റ് വാണ്ട് ടു മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ചിൽ അറൗണ്ട് വിത്ത് ഇൻ ദ ടൗൺ. സോ ഇഫ് യു ഫ്രീ സം ടൈം ടുഡേ യു കൻ ലൈക്ക് ക്യാച്ച് അപ്പ്. അതെ, ഞാനിത് ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഹീറോ സിനിമയാണെന്ന് തോന്നുന്നു. ഹീറോ സിനിമയ്ക്കകത്ത് അതിനകത്ത് വില്ലനായിട്ട് നായകനായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി ഗൗതമി എന്നാണ് ആ നായികയുടെ പേര്. ആ സിനിമയിൽ ആ പെണ്ണിനോട് പറയുന്നുണ്ട്, ഇഫ് യു ആർ ഫ്രീ നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം, പക്ഷേ ഡയമണ്ട് ഒക്കെ വഴി. അപ്പം പറയും നോ. അതേ ഡയലോഗാണ് ഇവർ കൃത്യമായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ചെറുക്കൻ അറിയാത്തതുകൊണ്ടായിരിക്കും. അങ്ങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതലേ ഇതേ ഡയലോഗുകളാണ് പെണ്ണുങ്ങളെ വളയ്ക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സാധനം തന്നെയാണ് ഈ പയ്യനും ഇപ്പം പുതിയ ജനറേഷനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും. സോ മാറ്റി പിടിക്കുക, പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കൊണ്ടുവരിക. ഈ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഫ്ലർട്ടിങ്. എങ്ങനെയെങ്കിലും ഒന്ന് കണക്റ്റ് ആക്കണമല്ലോ. ആരുമില്ല, എനിക്ക് കോൺടാക്റ്റ് ആരുമില്ല. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട നീ ഒന്ന് വരാമോ, നമുക്കൊരു കോഫി കുടിക്കാം. ഇത് എന്നൊക്കെ ചാറ്റ് ചെയ്യടാ, ഞാൻ വരാടാ കോഫി കുടിക്കാനായിട്ട്. കോഫി കുടിക്കണോ? കുടിക്കാം. കുഴിമന്തി കഴിക്കണോ? കഴിക്കാം. കുഴിമന്തി മാത്രമേ കഴിക്കട്ടെ, വേറെ ഒന്നും ഞാൻ കഴിക്കത്തില്ല. പോടാ കഴിഞ്ഞിട്ട്. ഐ മീൻ ഞാൻ വെറുതെ ടെക്സ്റ്റ് അയച്ചാട്ടോ. ലൈക്ക് ഐ ഫൗണ്ട് യുവർ പ്രൊഫൈൽ വെരി ക്യൂട്ട്. അപ്പം ഞാൻ ടെക്സ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. സോ യാ, ദാറ്റ്സ് അബൌട്ട് മീ. വി കൻ ടോക്ക് ഓൺ കോൾ ഓൾസോ ഇഫ് യു വാണ്ട് സം ടൈം. എന്റെ ഫോൺ പോണ എന്തിനാണ്? ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞാൽ നമുക്ക് വിളിക്കാളെ.
സോ ഇഫ് യു ആർ ഫ്രീ കോൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇഫ് യു ആർ ഫ്രീ നമുക്ക് ജസ്റ്റ് നിന്റെ സംസാരം എന്തൊക്കെയാണെന്ന് കേൾക്കാം. നല്ല കാര്യം കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ആരുടെ ചാറ്റ് എടുത്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന കാര്യമോ. നീ വളരെ ഡീസൻ്റ് ആയിട്ടാണ് ഇതിനകത്ത് ഇടപെട്ടിരുന്നത്, വളരെ ഡീസൻറ്റ്. ഇതിനകത്ത് ഒരു ഇൻഡീസൻ്റ് ആയിട്ടുള്ള പരിപാടികളും ഇല്ല. അവൻ വ്യക്തമായിട്ട് അവനറിയാം, അവൻ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സംസാരമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ചിലവന്മാർ ചെയ്യുന്ന പോലുള്ള കളർ എത്ര, നിറം എത്ര, അടിയിലെന്താണ്, സൈസ് എത്ര എന്നൊന്നുമല്ല ചോദിക്കുന്നത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫ്ലോട്ടിങ് നടത്തിയിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. പ്രചരിക്കുമ്പോഴത്തേന് പല ആൾക്കാരും പറയുന്നതേ, അനുമോൾ അന്ന് പറഞ്ഞത് ശരിയായില്ലേ, പുതപ്പിനടിയിൽ നിന്നും കണ്ടത് കറക്റ്റായില്ലേ. പുതപ്പിനടിയിൽ നിന്നും ഇൻസ്റ്റാഗ്രാം ചാറ്റാണോ കണ്ടത്? അല്ല. പുതപ്പിനടിയിൽ നിന്ന് എന്താണ് കണ്ടത്? ഇവൻ ഇതുപോലുള്ള ഫ്ലർട്ടിംഗ് ആണ് കണ്ടത്? അല്ല. അത് കണ്ട അനുമോൾക്ക് മാത്രമേ അറിയാവൂ എന്താണ് കണ്ടതെന്നുള്ളത്. ഇനി അനുമോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവൾ പറഞ്ഞാൽ പറയട്ടെ, അല്ല നമുക്ക് ഇതിനിടെ എടുത്ത് വെച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതും ഇതുമായിട്ടൊന്നും ഒരിക്കലും ബന്ധപ്പെടുത്തുന്നില്ല. ഒരുപാട് ഇതിങ്ങനെ കറങ്ങിയടിച്ച് അനുമോളെ ഫേവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ആരാ പുറത്ത് വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ഏജൻസി വല്ലതുമാണ് എടുത്ത് പുറത്ത് വിട്ടത്. 10-16 ലക്ഷം രൂപ കൊടുത്തെന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ഭാഗമായിട്ടങ്ങനെ വിട്ടതായിരിക്കാം. ബാക്കി നോക്കാം. പിന്നെ അതാണ്ട കിടക്കുക ചാറ്റ് നല്ല മോർണിംഗ് ഓൾസോ ഐ ആം ഫ്രീ. അവൻ മാക്സിമം പറയുന്നുണ്ട് ഞാൻ അപ്പോഴും ഇപ്പോഴും എല്ലാം ഫ്രീ ആയിരിക്കും, നീ എപ്പോഴാണ് ഫ്രീ ആവുന്നത്. ആ പെണ്ണ് നല്ല അന്തസ്സായിട്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കാതെ വീണ്ടും ഇവൻ നല്ല രീതിയിൽ ചാറ്റ് അയച്ച് ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കും. ആഫ്റ്റർ 8 o'clock അവിടെ 8 o'clock ഫ്രീ ആണോ? ഇല്ല, ഫ്രീ അല്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് പറ്റുമോ? പറ്റത്തില്ല. ആർ യു ഡിസ്കംഫർട്ട് വിത്ത് മീ? ഓ അയ്യാ എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തൊരു ഓഡിയോ കൊണ്ടുവരുന്നു. I mean, after 8 o'clock, you can't go back to your hostel. That's the rule. You can stay at my place if you want to have like a 3 BHK apartment. If you have friends, you can bring them along as well. I just want to meet some new company. If you're free to come after 8 also, it'll be fine. Like you can go in the morning. You can call your friends also. And എനിക്ക് കുഴപ്പമൊന്നുമില്ല. Like I'm okay with anything. കേട്ടോ, അവന് കുഴപ്പമൊന്നുമില്ല. അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിനക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ രാത്രി നമ്മളുടെ കൂടെ കമ്പനി അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ച് കയറി പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് വേണമെങ്കിൽ എൻ്റെ റൂമിൽ താമസിച്ചോ, എൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചോ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്നു. 3 or 4 സമ്മോ അല്ല 3-4 ആൾക്കാരെ കൊണ്ടുവന്ന് ഒക്കെ പറയുന്നുണ്ട്. കുഴപ്പമില്ല. അത് പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ വോയിസ് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലും അതിനകത്തൊരു ബുദ്ധിമുട്ടില്ല. അവൻ വ്യക്തമായിട്ട് അവൻ്റെ ലൂപ്പ് ഹോൾസ് ഇട്ടിട്ടും അവൻ്റെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗാർഡ് എടുത്ത് വെച്ചുകൊണ്ട് വ്യക്തമായി നടത്തിയിട്ടുള്ള ചാറ്റിങ്, വ്യക്തമായി നടത്തിയിട്ടുള്ള വോയിസ് ക്ലിപ്പ്. അല്ലാതെ ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നും നമുക്ക് തെറ്റിദ്ധരിക്കില്ല. അയ്യോ പാവം അങ്ങനൊന്നും നമ്മൾ ചെയ്യല്ലേ. ബാക്കി കൂടെ നോക്കാം. അത് അവസാനം ആ പെണ്ണ് നല്ല അന്തസ്സായിട്ട് തന്നെ കൈ ഒഴിഞ്ഞ് അപ്പോഴത്തേനും ആ അന്തസ്സായിട്ട് ഓക്കെ പറഞ്ഞ് അവനും അവിടെ വെച്ച് പോയിട്ടുണ്ട്. അല്ലാതെ ഇതിനകത്തൊരു ഇൻഡീസൻ്റ് ആയിട്ടുള്ള സാധനങ്ങളും ആ ചെറുക്കം വിട്ടുകൊടുത്തിട്ടില്ല. മാക്സിമം ട്രൈ ചെയ്ത് മാക്സിമം വേലി കെട്ടി പിടിക്കാൻ നോക്കി ആ പിടുത്തത്തിനകത്ത് വീഴാത്തത് കൊണ്ട് മാത്രമാണ് അത് കൃത്യമായിട്ട് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടത്. ഇത് മാത്രമാണെന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള എൻ്റെ കാസറ്റിനകത്ത് അവൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറിക്കകത്ത് പറയുകയാണ് ഇഷ്ടം പോലെ അല്ലെങ്കിൽ അനവധി സ്ത്രീകൾ ഇതുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന്. ആ വ്യക്തി ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് കണ്ടുപോകാം. ഈ ആര്യൻ്റെ വിഷയത്തിൽ ഒരുപാട് ചാറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നില്ല. ബിക്കോസ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. കാരണം ആൺകുട്ടികളെ അങ്ങനെ ആക്കുന്നു, ഈ പെൺകുട്ടികളും ചേട്ടൽ. സംഭവം ശരിയാണ്, പെൺകുട്ടികളും കണക്കന്നെ ആൺകുട്ടികളും കണക്കന്നെ, രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പോൾ ഇത് അയച്ചു തന്നിട്ടുള്ളവരൊക്കെ ഒരു താല്പര്യം പ്രകടിപ്പിച്ച് ചെയ്തവരല്ല. ചിലവർ ഇവരെ തനി സ്വഭാവം കാണിക്കാൻ വേണ്ടി, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചെയ്തവരുണ്ട്. ചിലവർ നമ്മളിപ്പോൾ ആദ്യം കണ്ട ചാറ്റ് ഇതുപോലുള്ള തനി സ്വഭാവം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇങ്ങോട്ട് ക്യാച്ച് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഇവരെ ഒരു ചൂണ്ടക്കകത്ത് അങ്ങോട്ട് ഇട്ടിട്ട് മീൻ കൊത്തി ഇങ്ങോട്ട് കയറ്റുന്ന ആ പരിപാടി എന്തായാലും ഇപ്പം നമ്മൾ കണ്ട ചാറ്റിനകത്തില്ല. പക്ഷേ ഇവൻ കൃത്യമായിട്ട് ചൂണ്ടയില്ലെങ്കിലും ആ ഇരയെ അതിനകത്ത് എങ്ങനെയെങ്കിലും പിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അതുള്ള കാര്യമാണ്. എന്താ ഈ പറയണ പോലെ ഇയാൾ ഇങ്ങനെ വന്ന് ചോദിച്ചു, അപ്പം തന്നെ ചാറ്റ് സ്കിപ്പാക്കി എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഓക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, ഐ ഡോണ്ട് നോ. ആൻഡ് ഇതെല്ലാം പുറത്തു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നിലവാരത്തിന് ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറുന്നതുകൊണ്ടാണ് ഇതൊന്നും വിടാത്തതും ചെയ്യാത്തതും. ആൻഡ് ഒരു ഹേറ്റും സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെ ഇന്നലെ തന്നെ ചെയ്തത് തന്നെ അയാൾ എന്നിറങ്ങാവോ താഴെ, അങ്ങനെ പോയിട്ടുണ്ട് എയറിലോട്ട്. അത് ആരാന്ന് മനസ്സിലായ മറ്റേ അജ്മൽ അമീർ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് മോഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനും എടുക്കാഞ്ഞതാ, ഞാനും തൊടാഞ്ഞതാ. അവൻ ഏതോ ദുർബല നിമിഷത്തിൽ ഏതോ മറ്റേ TMT ആയിട്ടിരുന്ന സമയത്തെങ്ങാണ്ട് അവന് തോന്നിപ്പോയതാ. പിന്നെ അതിനെ എടുത്തു വെച്ച് ഇതിനകത്ത് നമ്മളും കൂടെ എടുത്തു വെച്ച് അതിനെ എടുത്തിട്ട് ഊക്കി കറക്കി വിട്ട് മേലോട്ട് കയറ്റി വിടണ്ടല്ലോ എന്ന് വിചാരിച്ച് വിട്ടത്. ദേ കിടക്കുന്നു പിന്നെയും ബിഗ് ബോസിനകത്ത് നിർത്തുന്നത് ആ ചാടി വന്ന് വീണ് കമ്പികൾ പുറത്ത് വരുന്ന സമയമാണെന്ന് തോന്നുന്നു. മോഹൻലാലിൻ്റെ ബ്രാൻഡ് വിട്ടോ TMTക്ക്? അപ്പം മമ്മൂട്ടിയായില്ലേ? ആയിരിക്കും, അതായിരിക്കും. നോക്കാം നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്യുന്നില്ല. സോ ആര്യൻ്റെ എന്താ പറയുക, ഫാൻസൊക്കെ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നുള്ളൂ. സോ ഡോണ്ട് വറി. ഓക്കെ. ആര്യൻ
ആര്യന്റെ ഫാൻസിന് എന്ത് സമാധാനക്കേട് എന്താണ്? ഈ കണ്ടതിനകത്തൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ആരും പുറത്തൊന്നും വിടണ്ട. ആര്യന്റെ ഫാൻസ് പറയും ഇങ്ങോട്ട് ചാറ്റ് ചെയ്തോണ്ടല്ലേ അങ്ങോട്ട് ചാറ്റ് ചെയ്തത്. അവനൊരു പെൺകുട്ടി മെസ്സേജ് അയച്ചത് വലിയ കുറ്റമൊന്നും അല്ലല്ലോ. ചിലപ്പോൾ നിന്റെ വാട്സപ്പോ നിന്റെ ഇൻസ്റ്റാഗ്രാമോ എടുത്ത് നോക്കിക്കഴിഞ്ഞ് ഇതിനപ്പുറം ചാറ്റുകൾ കാണുന്നേക്കാം. അവർ പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് ആരും ആരുടെ ഫാൻസിനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ഇവിടെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതുകൊടുത്ത് വെച്ചൊന്ന് വിലയിരുത്തണമല്ലോ. ഒരുപാട് പേര് അനുമോള് പറഞ്ഞത് ശരിയാണ്, കണ്ടില്ലേ ആര്യന്റെ തനിനിറം എന്നൊക്കെ പറഞ്ഞ് പലരും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഈ ഒരു ചാറ്റുമായിട്ട് ഒരു വ്യക്തിയുടെ തനിനിറം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല, അത് കാണിക്കാൻ പറ്റത്തില്ല. ബിഗ് ബോസിൽ കണ്ടത് ബിഗ് ബോസിനകത്ത്, ഒരിക്കലും അത് പുറത്തെ കാര്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനും കഴിയുന്ന കാര്യമല്ല. അപ്പം ആ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണം, കൂട്ടി പറയണം, അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്.